ഗൈസ് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഒരു തോൽവി. തായ്ലൻഡിനെതിരെ 2-0 എന്ന് പറയുന്ന ഒരു സ്കോറിലാണ് പരാജയപ്പെടുന്നത്. അങ്ങ് തായ്ലൻഡിൽ പോയി. എന്താണെങ്കിലും തായ്ലൻഡ് അവരുടെ ഒരു 5-6 വർഷം പഴക്കമുള്ള ഒരു കടം അങ്ങ് വീട്ടുന്നു. കാരണം 2 മത്സരങ്ങൾ പരാജയപ്പെട്ടിരുന്നു, AFC ഏഷ്യൻ കപ്പിലും തായ് കിങ്സ് കപ്പിലും. ആ 2 മത്സരങ്ങളിലെ തോൽവിക്ക് പകരമായിട്ടൊരു 2-0 എന്ന് പറയുന്നൊരു വിജയം അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു മത്സരത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ തായ്ലൻഡ് നമ്മൾ ഇപ്പം മാച്ച് പ്രിവ്യൂലും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം അവരുടെ ഒരു രീതി, അവരിപ്പോൾ ഒരു ഹൈ പ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ടെക്നിക്കലി വളരെ നല്ല പ്ലേയേഴ്സാണ്, ഒരു എജിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്, ഒരു ക്വിക്ക് ഫുട്ബോൾ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ആ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ഗെയിം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു മത്സരം തുടങ്ങി ഇനിഷ്യൽ മിനിറ്റ്സിൽ തന്നെ ഇപ്പം ബെൻ ഡേവിസിൻ്റെ ഒരു ഗോളിലൂടെ തായ്ലൻഡ് മുന്നിലെത്തി. അതൊരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു. ഒരു ജസ്റ്റ് ബോക്സിനകത്ത് കയറിയിട്ടൊരു അടിപൊളി ഷോട്ട്, അത് കൺവേർട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. ടീം പ്ലേയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഗോള് ആണ് അത് എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു ആദ്യ പകുതിയുടെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ ഒരു ഡോമിനേഷൻ ആയിരുന്നു. ഇപ്പോൾ അറ്റാക്കിംഗ് വൈസൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞൊരു ഡോമിനേഷൻ മാത്രമല്ല, പൊസഷൻ കീപ്പ് ചെയ്യുക എന്നുള്ള അപ്പുറത്തേക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിൽ ചില കിട്ടിയ ചാൻസുകൾ മുതലാക്കാനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ചേത്രിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഹെഡർ ചാൻസ് ഉണ്ടായിരുന്നു, അത് നല്ലൊരു പവർ ഉണ്ടായിരുന്നു എന്നുള്ള ഡൗട്ടാണ്. ഒരു ഗോൾ കീപ്പർക്ക് ഈസി ആയിരുന്നു. അതുപോലെ തന്നെ ലിസ്റ്റൺ ആഷിക്കിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ചാൻസ്, അത് ആഷിക്കൊരു എന്താ പറയുക, ഒരു പൊസിഷൻ തന്നെ ഒരു പ്രോപ്പറായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അത് ജസ്റ്റ് ഒന്ന് തട്ടിയിരുന്നെങ്കിൽ അത് ഗോളാകാമായിരുന്നു. അത്ര നല്ലൊരു ചാൻസാണ് ലിസ്റ്റൺ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ ആദ്യ പകുതിയുടെ അവസാനത്തെ മിനിറ്റിൽ ലിസ്റ്റന് കിട്ടിയിട്ടുള്ളൊരു 1-on-1 ചാൻസ്, അത് ഉറപ്പായിട്ടും ഗോളാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. പക്ഷേ അതും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് രണ്ടാം പകുതിയിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞാലൊരു ഗോള് വന്നു. അത് പറഞ്ഞാൽ ബെൻ ഡേവിസിൻ്റെ അസിസ്റ്റിലാണ് ആ ഗോൾ വന്നത്. അത് ലെഫ്റ്റിലൂടെ വന്നിട്ടുള്ളൊരു അത് ഒരു ഗോളാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഷോട്ട് തീർക്കുന്നു, വിശാൽക്കേത്ത് പുറത്തേക്കെന്നോണം ഒരു ബോഡി ലാംഗ്വേജ് നോക്കി നിൽക്കുന്നു, പോസ്റ്റിൽ തട്ടി അകത്തോട്ട് പോകുന്നൊരു സാഹചര്യമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള നിരവധി ചാൻസുകൾ, അത് കഴിഞ്ഞ് ഇപ്പം ചാങ്തേക്ക് കിട്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ വേറെയും ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതാണ് വേണമെങ്കിൽ ഇപ്പം സാധാരണ മത്സരങ്ങളിൽ നിന്ന് ചാൻസ് ക്രിയേഷൻസ് നടന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് തായ്ലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ, തായ്ലൻഡ് ഇന്ത്യക്ക് പൊസഷൻ വെച്ചിട്ട് നിങ്ങൾ കളിച്ചോ എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇന്ത്യ കൂടിപ്പോയി കഴിഞ്ഞാൽ ബോക്സിനകത്ത് വരെ വരും, അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ പോലെ സെക്കൻഡ് ഗോൾ വന്നാണെങ്കിൽ ഒരു കൗണ്ടർ സിറ്റുവേഷനാണ്. ഇനിഷ്യൽ മിനിറ്റ്സിൽ തന്നെ അടിച്ചതിന് ശേഷം അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള ഒരു അഗ്രഷനോ കാര്യങ്ങളൊന്നും തായ്ലൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇപ്പം ആദ്യത്തെ ഗോളിലും രണ്ടാമത്തെ ഗോളിലും ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള ഇതുപോലും ഉണ്ടായില്ല. ഇപ്പം ആദ്യത്തെ ഗോളിലേക്ക് വരുമ്പോഴത്തേക്കും ISLലൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടെന്നൊരു ക്വിക്ക് മൂവ്മെൻറ്റ് കയറിയിട്ട് അങ്ങനത്തെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് അടിക്കുന്ന രീതി കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടായിരിക്കും വൺ റൺ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കൗണ്ടർ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവിടെയും പറഞ്ഞ പോലെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള പ്ലെയർ ആശിഷ് റായി ആണ് ഉണ്ടായിരുന്നത്. അവരൊക്കെ എന്താ പറയുക, ക്ലോസ് ഡൗൺ ചെയ്യാൻ പോലും ഒട്ടും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ആറ്റിറ്റ്യൂഡ് വൈസ് ഒന്നും ആണെങ്കിൽ ഞാനത് പറയുന്നില്ല. എന്താണെങ്കിലും ഡിഫൻസ് വൾണറബിൾ ആണെന്ന് തോന്നിയിട്ടുള്ള മൊമെൻറ്റിലാണ് ആദ്യത്തെ ഗോൾ വന്നത്. പിന്നീട് ഉറപ്പാണ് ഈ ഇന്ത്യ ചാൻസ് കൺവേർട്ട് ചെയ്യത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുള്ളൊരു സാഹചര്യത്തിൽ പിന്നെ പറഞ്ഞൊന്നും കാര്യമില്ല. പിന്നെ ഈ ഒരു മത്സരത്തിൻ്റെ ഇപ്പോൾ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആദ്യം നമുക്കിപ്പം കോച്ച് ഒരു 4-4-2 പോലെയാണ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആഷിക്കിനെ എന്തുകൊണ്ട് പറഞ്ഞൊരു സ്ട്രൈക്കർ റോൾ കൊണ്ടുവന്നുള്ള അറിയത്തില്ല. മുമ്പ് തായ്ലൻഡിനെതിരെ ആ 4-1 വിജയത്തിന് ആ ഒരു മത്സരം ഉണ്ടല്ലോ, അതിൽ ആഷിക്ക് ഒരു SS ഒക്കെ പോലെയാണ് കളിച്ചത്. അതിന് ഈ 5-6 വർഷങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹം ഇപ്പോൾ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡറും ലെഫ്റ്റ് വിങ്ങിലൊക്കെ കളിക്കുന്ന പ്ലെയറാണ്. അവിടെ കൊണ്ടുവന്നത് എന്താണ്, കാര്യമായിട്ട് ആഷിക്കിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ചാൻസ് ആ ചാങ്തേക്ക് ക്രിയേറ്റ് ചെയ്തതിന് അപ്പുറത്ത് പിന്നെ ഒരു പരിധി വരെ ഡീസൻ്റായിട്ട് കളിച്ചതിപ്പോൾ അൻവർ അലി വലിയ കുഴപ്പമുണ്ടായില്ല. അതുപോലെ അഭിഷേക് സിംഗിൻ്റെ പെർഫോമൻസ് കുറച്ച് ഇമ്പ്രസീവ് ആയിരുന്നു. അതുപോലെ ലിസ്റ്റൺ, എന്നിരുന്നാലും അദ്ദേഹം കുറച്ച് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹം മത്സരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രീതിയിൽ കളിച്ചിട്ടുള്ളൊരു പ്ലെയറായിട്ട് തോന്നി എന്നുള്ളതാണ്. ഇപ്പം പലർക്കും എതിരഭിപ്രായം ഉണ്ടായേക്കാം ചിലപ്പോൾ ലിസ്റ്റൻ്റെ കാര്യത്തിൽ. പക്ഷേ ഈ തമ്മിൽ ഭേദം എന്ന നിലയിൽ എനിക്ക് ഈ 3 താരങ്ങളുടെ കാര്യമാണ് തോന്നിയത്. മിഡ്ഫീൽഡൊക്കെ എന്തുകൊണ്ടാണ് ഈ ആയുഷേത്രിക്കൊക്കെ നിരന്തരം വീണ്ടും വീണ്ടും ചാൻസ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗോവയിൽ പോലും പലപ്പോഴും സൈൽ ടവരെയൊക്കെയാണ് കൂടുതലും കോച്ച് പ്രിഫർ ചെയ്യുന്നുണ്ടുള്ളത്. വീണ്ടും ഈ ആയുഷ് ഛേത്രിയെ ഇവിടെ നിന്ന് മോൾഡ് ചെയ്തെടുത്ത് ഗോവയിൽ കൊണ്ട് കളിപ്പിക്കാനുള്ള പരിപാടിയാണോ
എന്നുള്ളത് അറിയത്തില്ല. എന്താണെങ്കിലും ഈ മത്സരത്തിലെങ്കിലും പറഞ്ഞ പോലെ ഫ്രണ്ട്ലി മത്സരമാണ്. അപ്പം ഛേത്രിയെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇതേവരെ ഒരു ഇപ്പം പിന്നെ മാൽദീവ്സിനെതിരെ ഗോളടിക്കാൻ പറ്റി. അതല്ലാണ്ട് മാച്ചസിലൊന്നും സ്കോർ ചെയ്യാനായിട്ട് ഛേത്രിക്ക് സാധിക്കുന്നില്ല. യങ്സ്റ്റേഴ്സ് ഇപ്പം സുഹേലിനെ പോലത്തെയൊക്കെ പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റി കൊടുത്ത് ഇപ്പം ക്വാളിഫയർ മത്സരത്തിൽ ഓക്കെ ഛേത്രിയുടെ സാന്നിധ്യം ആവശ്യമാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാത്ത മത്സരത്തിലെങ്കിലും യങ്സ്റ്റേഴ്സിന് ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കൊടുക്കാമെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതെന്താണ് ഇപ്പോഴും ഒരു മെയിൻ മാൻ എന്ന നിലയിൽ തന്നെയാണ് കോച്ച് പരിഗണിക്കുന്നത്. അതിൻ്റെ ഒരു ഇത് മനസ്സിലാകുന്നില്ല ഇപ്പോഴും. അത്രയൊക്കെ പറയാനുള്ളൂ. എന്താണെങ്കിലും പറഞ്ഞ പോലെ തായ്ലൻഡ് അവരുടെ പറഞ്ഞൊരു ടെക്നിക്കൽ പ്ലെയേഴ്സ് ഉണ്ട്. അവരതുകൊണ്ട് കിട്ടിയിട്ടുള്ള സിമ്പിൾ ചാൻസ് അല്ലെങ്കിൽ ഒരു ഹാഫ് ചാൻസ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തു, അങ്ങനെ 2 ഗോൾ അടിക്കാൻ പറ്റി. ഇന്ത്യക്ക് അതിനേക്കാൾ കിട്ടിയിട്ടുള്ള മികച്ച ചാൻസുകൾ ഒന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് ഗോൾ അടിക്കാനും പറ്റിയിട്ടില്ല. ഈ ഒരു മത്സരം പറഞ്ഞ പോലെ ഒരു തോൽവിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നു. എന്താണെങ്കിലും ഹോങ്കോങ്ങിനെതിരെ ഒരു മത്സരത്തിന് മുമ്പ് ഒരു നല്ല ടെസ്റ്റ് തന്നെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തായ്ലൻഡിൽ അങ്ങനെ പറഞ്ഞ പോലെ ആ ഒരു ടെസ്റ്റൊന്നും കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണെങ്കിലും ഇനി ഹോങ്കോങ് മത്സരം, അതാണ് ഇമ്പോർട്ടൻറ്റ് മത്സരം. അതിൽ ഇനിയിപ്പോൾ എങ്ങനെ കളിച്ചാലും ഒരു 3 പോയിന്റ് കിട്ടിയാൽ മതി എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലാണുള്ളത്. അതല്ലെങ്കിൽ മിക്കവാറും മൊണോളോ ഈ പണിയിട്ടിട്ട് ഓടാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും.